ഹലോ, ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 2:15 ഇന്ന് ഇത്തിരി ധൃതി പിടിച്ചാണ് ചോറുണ്ടത്. ഒരിടത്ത് പോകേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. എന്നത്തേക്കും വേണ്ട ഒരു ഫോട്ടോ എടുക്കാനായതുകൊണ്ട് അത്യാവശ്യം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ സസ്പെൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് കാര്യം പറയാം. എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് 11 വർഷം കഴിഞ്ഞു. ഇനി അത് കൈവച്ചിട്ട് യാതൊരു പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് പുതിയതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 3:30 ടൈം കിട്ടിയേക്കുന്നത്. ഇരുമ്പനം വരെ പോകണം, തൃപ്പൂണിത്തറയിലുള്ള. ഈ തൃപ്പൂണിത്തറ ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് അതിരൂക്ഷമായതുകൊണ്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. എന്തായാലും ഇത്തിരി നേരത്തെ എത്തിയതുകൊണ്ട് നേരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് തടസ്സങ്ങളൊന്നും നേരിടാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചായയുടെ സമയമായതുകൊണ്ട് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു സംഗതിയായിരുന്നു ജംഗ്ഷനിലുള്ള കുഞ്ഞുണ്ണി നായർ കഫേ കയറിയിട്ട് ചായ കുടിക്കുക എന്നത്. അത് എന്നെ രശ്മിയാണ് പറഞ്ഞ് കൊതിപ്പിച്ചത്. അവിടെ നല്ല കടി കിട്ടുവിടെ, നല്ല ടേസ്റ്റാന്നൊക്കെ എപ്പോഴും പറയും. അപ്പം ഞാൻ വിചാരിക്കും നീ എങ്കിലും വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഈ സ്കൂളിലെ പ്രോഗ്രാമിനാണല്ലോ രശ്മിയെ കാണാറുള്ളത്. നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. മിയയുടെ ഫ്രണ്ട് ഋത്തികയുടെ അമ്മയാണ് രശ്മി. ഇത്തവണ എന്തായാലും കറക്റ്റ് സമയത്താണ് ഞാൻ എസ് എൻ ജംഗ്ഷനിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ കയറി ചായയും കടികളും ഒക്കെ കഴിച്ചു. ഇത് കഴിച്ചിട്ടും എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് ഒരു മസാല ദോശയും കൂടെ കഴിക്കാനായിട്ട് ഓർഡർ കൊടുത്തു. പക്ഷേ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയും കഴിക്കാനുള്ള വയറില്ലെന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു പകുതി കഴിക്കും. അവസാനം രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. ഇവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങൾ കഴിച്ചെങ്കിലും വളരെ ചെറിയൊരു ബില്ലേ ആയിട്ടുള്ളൂ. 6 ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് ചോറ് കൊടുത്തിട്ട് സ്മേരെടുക്കലാക്കി. പിന്നെ മിയ 4 മണിക്ക് വരുമ്പോൾ സ്മേരെടുക്കുക ഇറങ്ങാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും അവിടെ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാമെന്നൊക്കെ കരുതി ഇവിടെ ഒരു സാധനം കിട്ടും കേട്ടോ. ഇതൊരു കുഞ്ഞി കടയാണ് നമ്മുടെ വൈറ്റിലുള്ള. പക്ഷേ ഉള്ളി പക്കോട, പിന്നെ ക്യാബേജ് പക്കോട എന്നൊക്കെ പറഞ്ഞ് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെല്ലാം വാങ്ങിച്ച് നമ്മൾ സ്മേരയുടെ വീട്ടിൽ ചെന്നു. ഡ്രസ്സൊക്കെ മാറിയോ? അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അത് പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയും. അതുപോലെ പിള്ളേരെല്ലാം കൂടെ കളിക്കുകയും ചെയ്യും. ഇവർ വായിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞ് അത് തുപ്പരുതെന്നുള്ളൊരു കളിയുണ്ടല്ലോ, അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ദേഹം മൊത്തം വെള്ളമായിട്ടുണ്ട്. എന്തായാലും അവർ എൻജോയ് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞ് ടെറസിൽ നിന്ന് ഒരു സൺസെറ്റും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. ഇത് സാറ്റർഡേ മോർണിംഗ്. ഞാൻ രാവിലെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിള്ളേർ നല്ല ഉറക്കവും. കഴിഞ്ഞ ദിവസം നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോയില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞു. നമ്മുടെ പാസ്പോർട്ട് എൻ്റെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വന്നിരിപ്പുണ്ട്. അപ്പം നമ്മൾ ചെന്നാലേ അത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. അമ്മ എന്നാലൊന്നും നടക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നേരിട്ട് പോകാൻ പോവാണ്. എന്ത് പെട്ടെന്നാണ് വന്നതെന്നറിയോ? തിങ്കളാഴ്ചയായിരുന്നു എനിക്ക് പാസ്പോർട്ട് ഓഫീസിലെ പ്രോസസ്സിംഗ് ഒക്കെ. വിത്തിൻ 5 days എന്ന് തന്നെ പറയാം. 5 ആയില്ല, 4 days നമുക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ ഇന്നലെ തന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നു. രാവിലെ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല. അതുകൊണ്ട് ബ്രെഡും കഴിച്ച് ഞാൻ നേരെ പോകുന്നത് വൈറ്റില ഹബ്ബിലേക്കാണ്. ഇപ്പോൾ സ്ഥിരമായല്ലോ വൈറ്റില ഹബ്ബ് ഹരിപ്പാട് റൂട്ടിലുള്ള യാത്ര. എന്തായാലും ഈ വർഷത്തെ മൂടൽമഞ്ഞൊക്കെ കാണാൻ തുടങ്ങി. ഒരു രാത്രി 2 മണിയൊക്കെ കഴിയുമ്പം പിന്നെ തണുപ്പ് തുടങ്ങും. രാവിലെ നല്ല തണുപ്പായിട്ടുണ്ട്. വൈറ്റില ഹബ്ബിലെത്തി ഒരു 15-20 മിനിറ്റോളം പോസ്റ്റായി. ഒറ്റ ബസ് വരുന്നില്ല. പക്ഷേ പിന്നെ വന്നത് ഷടപടാന്നായിരുന്നു. ആദ്യം വന്ന ബസ്സിൽ ആളുകൾ ഇടിച്ചു കയറി. രണ്ടാമത്തെ ബസ്സിൽ സീറ്റ് കുറവായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഈ ബസ് ഇതൊരുമിച്ച് വന്നുകൊണ്ട് മൂന്നാമത്തെ ബസ്സിൽ ഞാൻ ഓടിപ്പോയി കയറി. ഇതിൽ കയറി ഫ്രണ്ടിൽ സീറ്റും കിട്ടി. പക്ഷേ ഈ ബസ്സിൻ്റെ ഗ്ലാസ് കണ്ടോ, ഒരു സൈഡിൽ നിന്ന് മൊത്തം ഇങ്ങനെ പൊട്ടിയിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ ഈ വണ്ടിക്കകത്തോട്ട് ഈ ഗ്ലാസ് എല്ലാം ചടഞ്ഞു വീഴും. ആ അവസ്ഥയാണ് KSRTC ബസ്സിന്. അങ്ങനെ ഹരിപ്പാട് എത്തിയപ്പോൾ ദാണ്ട ഭയങ്കര മഴ. ട്രാൻസ്പോർട്ട് ബസ്സിന് 12 മണിക്കേ വീട്ടിലോട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി പ്രൈവറ്റ് ബസ്സാണ് കയറിയത്. ഈ കണ്ട ഓഡിറ്റോറിയല്ലേ, അവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. അങ്ങനെ ഞാൻ നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. എന്നിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചാണ് വീട്ടിലേക്ക് നടക്കുന്നത്. വീട്ടിലേക്ക് നടന്നപ്പം ഈ സ്ഥലമൊക്കെ കണ്ടോ, ഇതാണ് എൻ്റെ സ്ഥലം. ഹരിതാപയും പച്ചപ്പും ഭയങ്കര കൂടുതലാണെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ. വീട്ടിൽ വന്ന് എന്തായാലും അമ്മ എനിക്ക് നങ്ക പറ്റിച്ചതും അയല വറുത്തത്, കടുമാങ്ങ, വൻപയർ മെഴുക്കുവരട്ടി, ചോറ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ചോറ് കഴിക്കുമ്പോൾ എന്തോന്നറിയാന്ന് ഞാൻ ആ പറഞ്ഞത് സത്യമായിട്ടോ. വീട്ടിൽ ചെന്ന് ചോറ് കഴിക്കുമ്പം വേറെ എവിടെ നിന്നും കഴിക്കാത്ത ഒരു രുചിയും മണവും പിന്നെന്താ പറയാനറിയത്തില്ല. നമ്മൾ കുഞ്ഞിലേ തൊട്ട് നമ്മുടെ അമ്മമാർ നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കുറേ ലേറ്റായിട്ടാണ് വന്നത്. ബസ്സൊക്കെ കിട്ടാൻ താമസിച്ച്. ഇത്തവണ അതുകൊണ്ട് 2:30 ബസ്സിന് തന്നെ കയറി വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് നമുക്ക് ഹരിപ്പാട് എത്തിയപ്പോൾ ഒരു സ്വിഫ്റ്റാണ് കിട്ടിയത്. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിരിക്കുക ഇപ്പോൾ കേട്ടോ.
ഈ സ്വിഫ്റ്റിൽ ഭയങ്കര പറപ്പിക്കലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ വണ്ടി ഭയങ്കര ശോകമായിട്ട് ഭയങ്കര സ്ലോ മോഷനിൽ പോയെങ്കിൽ ഇങ്ങോട്ട് ഞാൻ പറന്നാ വന്നതെന്ന് പറയാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ബാഗ് തപ്പലാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാനായിട്ട് ചേച്ചി അനിയത്തിയും കൂടെ ഭയങ്കര പരതലാണ്. ഓ അതിട്ട് ഇതാക്കാതെ ആ രണ്ടുപേരും കൂടെ നോക്കാം. അതിപ്പോ മീൻ വറുത്തേ അത്. അത് നങ്ക പറ്റിച്ചത്. ഇവർ ഈ ചെയ്യുന്ന പരിപാടി ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് കല്യാണത്തിന് മുമ്പും ശേഷവും ഒക്കെ എൻ്റെ പപ്പ സ്കൂളിൽ നിന്ന് വരുമ്പം പപ്പയുടെ ബാഗിനകത്ത് എന്തെങ്കിലും കാണും. പപ്പയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പപ്പായ്ക്ക് വാങ്ങാൻ പറ്റുന്ന മാക്സിമം പപ്പ അതിനകത്ത് വാങ്ങിച്ച് വെക്കുമായിരുന്നു. നമ്മളത് തുറക്കുമ്പോൾ പല ഐറ്റം കാണും. പിന്നെ പിള്ളേർ വലുതായ പിന്നെ എൻ്റെ പിള്ളേരാണ് പപ്പയുടെ ബാഗ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്, എന്തൊക്കെ കൊണ്ടുവരും. പിന്നെ പപ്പ വിളിച്ച് ചോദിക്കും എന്ത് വേണമെന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എല്ലാവരും കഴിച്ചു. എനിക്ക് നല്ല തലവേദനയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. ഉച്ചയ്ക്ക് അതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പാസ്പോർട്ട്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പം ബായ്, ഇത്രയേ ഉള്ളൂ കേട്ടോ.